ഇന്ത്യക്കാരടക്കം ഏവരും ആകാംക്ഷയോടെ ഉറ്റുനോക്കിയ തെരഞ്ഞെടുപ്പായിരുന്നു കഴിഞ്ഞ ദിവസം ബംഗ്ലാദേശിലെ പാർലമെന്റിലേക്ക് നടന്നത്. അപ്പോൾ ഏകദേശം 300ഓളം സീറ്റിലേക്കാണ് അവിടെ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചത്. അപ്പോൾ ഇന്ന് പുറത്തു വരുന്ന റിസൾട്ട് പ്രകാരം ഏകദേശം 220ഓളം സീറ്റുകൾ നേടിയിട്ട് ബംഗ്ലാദേശ് നാഷണലിസ്റ്റ് പാർട്ടി എന്ന് പറയുന്ന BNP എന്ന് പറയുന്ന പാർട്ടി അധികാരത്തിലേക്ക് കുതിക്കുകയാണ്. അതായത് ബംഗ്ലാദേശിന്റെ ചരിത്രത്തിൽ തന്നെ ഏറ്റവും വലിയ വിജയമാണ് BNP ഇന്ന് നേടിയിരിക്കുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇതുവരെ നടന്ന ബംഗ്ലാദേശിന്റെ ചരിത്രത്തിൽ ഇതുവരെ നടന്ന ഒരു തെരഞ്ഞെടുപ്പിലും ഒരു പാർട്ടിയും 200 മുകളിൽ സീറ്റുകൾ നേടിയിട്ടില്ല. ഈ ഷെയ്ഖേഴ്സിന്റെ പീക്ക് ടൈമിൽ പോലും അവർ നേടിയ സീറ്റുകൾ എത്രയാണെന്ന് വെച്ചാൽ 170-180 സീറ്റുകളാണ്. അങ്ങനെ നോക്കുകയാണെങ്കിൽ ഈ BNP എന്ന് പറയുന്ന പാർട്ടി അവരുടെ ചരിത്രത്തിലെ ഏറ്റവും വലിയ വിജയമാണ് അവിടെ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ തെരഞ്ഞെടുപ്പിന്റെ റിസൾട്ട് വന്നതിന് ശേഷം അവരുടെ പാർട്ടി ചീഫായ, അതായത് ഭാവി പ്രധാനമന്ത്രിയായ താരിഖ് റഹ്മാൻ എന്ന് പറയുന്ന ആൾ വലിയൊരു പ്രഖ്യാപനം നടത്തി. അതായത് ഭീകര സംഘടനകളായ ജമാഅത്തെ ഇസ്ലാമി പിന്നെ അങ്ങനെയുള്ള ചെറുകിട ഭീകര സംഘടനകളൊക്കെ അവിടെ നിരോധിക്കുമെന്നുള്ള വളരെ സുപ്രധാനപ്പെട്ട ഒരു പ്രഖ്യാപനം അദ്ദേഹം നടത്തിയിരിക്കുകയാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ BNP എന്ന് പറയുന്ന പാർട്ടി ഒരു മുന്നണിയാണ്, 3 പാർട്ടികളുടെ ഒരു മുന്നണിയാണ് BNP മത്സരിച്ചത്. അവർ കോമ്പീറ്റ് ചെയ്ത ആരോടാണെന്ന് പറയാം, ഏകദേശം 11ഓളം ചെറുകിട പാർട്ടികളടങ്ങിയ ജമാഅത്തെ ഇസ്ലാമി നേതൃത്വം നൽകുന്ന ഒരു വലിയ മഴവിൽ മുന്നണിയാണ് ഈ BNP നേരിട്ടത്. അപ്പോൾ ഈ ജമാഅത്തെ ഇസ്ലാമി എന്താ ചെയ്തത്? ജമാഅത്തെ ഇസ്ലാമി അവിടെ ബംഗ്ലാദേശിൽ മൊത്തത്തിലൊരു പ്രചാരണം നടത്തി. അതായത് നമ്മൾ അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ ഈ ബംഗ്ലാദേശ് ഒരു മതരാജ്യമാക്കി മാറ്റും, ഇവിടെ ശരിയ ലോകം കൊണ്ടുവരും, ഇന്ത്യ അറ്റാക്ക് ചെയ്യും, ഇന്ത്യ അറ്റാക്ക് ചെയ്യുന്ന എല്ലാവരോടും ഇന്ത്യ ആക്രമിക്കുന്ന എല്ലാ രാജ്യങ്ങളോടും കൂടെ ഞങ്ങൾ സഹകരിക്കും, അത്തരത്തിലുള്ള വലിയ പ്രഖ്യാപനം നടത്തി. അതായത് നമ്മുടെ ഏറ്റവും വലിയ ശത്രു ഇന്ത്യയാണ്, ഏറ്റവും വലിയ മിത്രം പാകിസ്ഥാനും ആണ് എന്ന തരത്തിലാണ് ജമാഅത്തെ ഇസ്ലാമി അവിടെ വലിയ പ്രചാരണം നടത്തി. നമുക്ക് ബംഗ്ലാദേശിന്റെ ചരിത്രം പരിശോധിക്കുകയാണെങ്കിൽ 1971 നമ്മൾ ഇന്ത്യയാണ് ശരിക്കും ബംഗ്ലാദേശ് എന്ന് പറയുന്ന ഒരു സ്വതന്ത്ര പരമാധികാര രാജ്യം ഉണ്ടാക്കാൻ വേണ്ടി മുൻകൈയെടുത്തത്, പാകിസ്ഥാനിൽ നിന്ന് വേർതിരിച്ച് യുദ്ധത്തിന് ശേഷം. അപ്പോൾ അന്ന് തൊട്ട് ഇന്ന് വരെ, അതായത് യൂനിസ് അധികാരത്തിൽ എത്തുന്നവരെ ഇന്ത്യയും ബംഗ്ലാദേശും നല്ല ടേംസിലാണ്. നിങ്ങൾ നോക്കിയാൽ മനസ്സിലാവും, നമ്മൾ ഇന്ത്യ ബംഗ്ലാദേശ് അതിർത്തിയിൽ ഒരു ഫെൻസിങ് പോലും ഇല്ലായിരുന്നു. ഇപ്പം കുറച്ച് എന്തൊക്കെയോ പ്രശ്നങ്ങൾ വന്നതിന് ശേഷമാണ് ഫെൻസിങ് നിർമ്മിക്കാൻ ആരംഭിച്ചത്. അപ്പോൾ അത്രയും ബന്ധം കാത്തു സൂക്ഷിക്കുന്ന 2 രാജ്യങ്ങളായിരുന്നു ഇന്ത്യയും ബംഗ്ലാദേശും ഒക്കെ. അപ്പോൾ അത്രയും നല്ല ബന്ധം കാത്തു സൂക്ഷിക്കുന്ന ആ ബന്ധം തകർന്നത് ഈ ഷെയ്ഖ് ഹസീനെ അധികാരത്തിൽ നിന്ന് സ്ഥാനഭ്രഷ്ടയാക്കിയിട്ട് അവിടെ ജമാഅത്തെ ഇസ്ലാമി നേതൃത്വത്തിൽ ജമാഅത്തെ ഇസ്ലാമി മുഹമ്മദ് യൂനിസ് എന്ന ഒരു അമേരിക്കൻ പാവയെ, അമേരിക്ക ചെയ്യുന്ന അനുസരിച്ച് ചെയ്യുന്ന ഒരു പാവ സർക്കാർ അവിടെ ഇൻസ്റ്റാൾ ചെയ്തു. അതിനുശേഷമാണ് ഇന്ത്യയായിട്ടുള്ള ബന്ധം വഷളാക്കുന്നത്. അപ്പോൾ ഇപ്പോൾ പ്രധാനമന്ത്രിയാകാൻ പോകുന്ന താരിഖ് റഹ്മാൻ ഇങ്ങനെ ഒരു വലിയ പ്രഖ്യാപനം നടത്താൻ കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ബംഗ്ലാദേശിനെ മൊത്തത്തിൽ നശിപ്പിച്ചത് ഇത് ജമാഅത്തെ ഇസ്ലാമിയാണ്. അതായത് ഷെയ്ഖ് ഹസീനെ അധികാരത്തിൽ നിന്ന് മാറ്റിയത് മാത്രമല്ല, വലിയ രീതിയിലുള്ള വർഗീയ പ്രചാരണം അഴിച്ചുവിട്ട് അവിടെ ഹിന്ദുക്കൾക്കെതിരെയും ക്രിസ്ത്യൻസിനെതിരെയൊക്കെ വലിയ രീതിയിലുള്ള കലാപം അഴിച്ചുവിട്ട് അവരുടെ സ്വത്ത് കൊള്ളയടിക്കുക, അവരെ പച്ചക്ക് കത്തിക്കുക, കൊല്ലുക, ഇത്തരം കാര്യങ്ങളാണ് കുറച്ച് നാളുകളായിട്ട്, ഒന്നൊന്നര വർഷമായിട്ട് ഈ ജമാഅത്തെ ഇസ്ലാമി നേതൃത്വത്തിൽ ബംഗ്ലാദേശിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം ഈ ഷെയ്ഖ് ഹസീന വലിയ ഭൂരിപക്ഷത്തിലാണ് കുറച്ച് കഴിഞ്ഞ 2 വർഷം മുന്നേ അവിടെ അധികാരത്തിലെത്തിയത്. അപ്പോൾ ഈ വിദ്യാർത്ഥി സംഘടനകളെ ഉപയോഗിച്ച്, അതായത് നമുക്കറിയാം ഈ ഷെരീഫ് ഉസ്മാൻ ഹാദി, മുഹമ്മദ് മുത്തലിബ് ഷിക്താർ ഇങ്ങനെയുള്ള ആൾക്കാരൊക്കെ ഉപയോഗിച്ചിട്ട് അവിടെ വലിയ രീതിയിൽ വിദ്യാർത്ഥി പ്രക്ഷോഭം സംഘടിപ്പിച്ചു. അപ്പോൾ ആദ്യം വിദ്യാർത്ഥി പ്രക്ഷോഭം ഉണ്ടാക്കുമ്പോൾ വലിയ രീതിയിലുള്ള ആൾക്കാരൊക്കെ സപ്പോർട്ട് ചെയ്തു, വിദ്യാർത്ഥികളാണല്ലോ പ്രക്ഷോഭം നടത്തുന്ന രീതിയിൽ. അപ്പോൾ അവരുടെ ആവശ്യങ്ങൾ അംഗീകരിക്കാൻ ബംഗ്ലാദേശ് ഷെയ്ഖ് ഹസീന സർക്കാർ തയ്യാറായിരുന്നു. പക്ഷേ അതിനിടയിൽ അതായത് ആ സമരക്കാരെ ശരിക്കും ഇറക്കി വിട്ടത് ജമാഅത്തെ ഇസ്ലാമിയായിരുന്നു. ആ ജമാഅത്തെ ഇസ്ലാമി ആ സമരത്തിൽ പിന്നീട് കൈയടക്കുകയും വലിയ രീതിയിലുള്ള കലാപം, പ്രത്യേകിച്ച് ഹിന്ദുക്കൾക്കെതിരെയും ക്രിസ്ത്യൻസിനെതിരെയൊക്കെ വലിയ രീതിയിൽ കലാപം അഴിച്ചുവിട്ട് ഒരുപാട് പേരെ കൊന്നൊടുക്കി. അതായത് അതിനുശേഷമാണ് ഈ ഷെയ്ഖ് ഹസീനെ രാജ്യം വിടേണ്ടി വന്നതും ഇന്ത്യയിൽ അഭയം പ്രാപിക്കേണ്ടി വന്നതും. പിന്നെ അമേരിക്കയൊക്കെ ഇടപെട്ടിട്ട് അവിടെ മുഹമ്മദ് യൂനിസിനെ ഇൻസ്റ്റാൾ ചെയ്യുന്നു. ഇപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് കുറച്ചുനാൾ അവിടെ അയാൾ പ്രധാനമന്ത്രിയായി തുടർന്നു. അതിൻ്റെ ശേഷമാണ് ഇപ്പോൾ ഈ ജനുവരി മാസം അവിടെ ഇലക്ഷൻ നടന്നത്. അപ്പോൾ ഇന്ന് പുറത്തു വരുന്ന റിസൾട്ട് ശരിക്കും ഈ ജമാഅത്തെ ഇസ്ലാമിയുടെ മുഖത്ത് നോക്കിയുള്ള ഒരു അടി തന്നെയാണ്. ബംഗ്ലാദേശിലെ ജനങ്ങൾ ഒരിക്കലും ആഗ്രഹിക്കുന്നില്ല. അതായത് ബംഗ്ലാദേശിലെ ജനങ്ങൾ ആഗ്രഹിക്കുന്നത് ഇന്ത്യയായിട്ട് നല്ല സഹകരണമാണ്. അതായത് അവർ തന്നെ പറയാൻ തുടങ്ങി, ഇന്ത്യ ഈ വലിയ രീതിയിലുള്ള വികസനം കുതിപ്പ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. GDP ഇപ്പം ജർമ്മനിയെ കവച്ചു വെക്കുന്ന രീതിയിൽ 4ാം സ്ഥാനത്തെത്തിയിരിക്കുകയാണ്, ജപ്പാനെ മറികടന്ന് 4ാം സ്ഥാനത്തെത്തിയിരിക്കുകയാണ്. ഉടൻ തന്നെ ജർമ്മനിയും മറികടന്ന് 3ാം സ്ഥാനത്ത് കുതിക്കാൻ പോകുന്ന ഒരു രാജ്യമാണ് ഇന്ത്യ. വലിയ രീതിയിലുള്ള വികസനങ്ങൾ ഇന്ത്യയിൽ നടപ്പിലാക്കുന്നു. അതായത് അമേരിക്കയുടെ തിട്ടൂരം ഉണ്ടായിട്ട് പോലും അതിനെ വലിയ വലിയ ഭീഷണികൾ വകവെക്കാതെ ഇന്ത്യ വലിയ ഡിപ്ലോമസി ഉപയോഗിച്ചിട്ട് പല രാജ്യങ്ങളെയും കോർഡിനേറ്റ് ചെയ്തിട്ട് പല കാര്യങ്ങളും ഇവിടെ നടത്തുന്നു. അമേരിക്കയുടെ ആ താരിഫൊക്കെ ഉണ്ടല്ലോ, താരിഫ് ഇമ്പോസ് ചെയ്തില്ല ഇന്ത്യക്കെതിരെ, അതൊന്നും വകവെക്കാതെ അമേരിക്കയുടെ മുമ്പിൽ പോലും നെഞ്ചും വിരിച്ച് ഭരിക്കുന്ന ഒരു ഭരണാധികാരിയാണ് ഇന്ത്യയിലുള്ളത്. അപ്പോൾ അതിൻ്റെ ഒരു റിസൾട്ട് കാണാനുണ്ട്. അത് വലിയ രീതിയിലുള്ള വികസനം തന്നെയാണ് ഇന്ത്യയിൽ ഉണ്ടാകുന്നത്. അപ്പോൾ അത്തരത്തിലൊരു വികസനം ബംഗ്ലാദേശിൽ ജനങ്ങൾ ആഗ്രഹിച്ചു. അതുകൊണ്ടാണ് BNPയുടെ, അതായത് താരിഖ് റഹ്മാൻ്റെ നേതൃത്വത്തിലുള്ള BNP എന്ന പാർട്ടിയെ വളരെ മൃഗീയമായ ഭൂരിപക്ഷം എന്ന് വെച്ചാൽ അവരുടെ ഏറ്റവും വലിയ
നേതാവാണ് ഷെയ്ഖ് ഹസീന. ആ ഷെയ്ഖ് ഹസീന പീക്ക് ടൈമിൽ പോലും 200-ലധികം സീറ്റ് കിട്ടിയില്ല എന്ന് പറയുമ്പോൾ ഈ താരിഖ് റഹ്മാൻ ഇന്ന് കിട്ടിയ ജനവിധി ഉണ്ടല്ലോ, ശരിക്കും ബംഗ്ലാദേശിലെ ജനങ്ങൾ ജമാഅത്തെ ഇസ്ലാമി എന്ന് പറയുന്ന ഭീകര സംഘടന മുഖത്ത് നോക്കിക്കൊടുത്ത ഒരു കരണക്കുറ്റിക്ക് പൊട്ടിച്ചു കൊടുത്ത ഒരു അടി തന്നെയാണ്. അതായത് ഈ താരിഖ് റഹ്മാനെ സംബന്ധിച്ചിടത്തോളം അവിടെ ബംഗ്ലാദേശ് നാഷണൽ പാർട്ടിയുടെ പഴയ പ്രസിഡന്റാണ്, അതായത് ബംഗ്ലാദേശിൻ്റെ പ്രസിഡന്റാണ് സിയാഉൾ റഹ്മാനും പിന്നെ മുൻ പ്രധാനമന്ത്രി ഖാലിദ സിയ, അവരുടെ മകനാണ് ഈ താരിഖ് റഹ്മാൻ. ഈ താരിഖ് റഹ്മാൻ ഉണ്ടല്ലോ 2018 ബംഗ്ലാദേശിൽ വിട്ടിട്ട് ലണ്ടനിൽ അഭയം പ്രാപിച്ചതാണ്. അപ്പോൾ 17 വർഷത്തിന് ശേഷമാണ് 2025 ഡിസംബർ 25 ബംഗ്ലാദേശിൽ തിരിച്ചു വരാനുള്ള സാഹചര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ സമയത്ത് ഈ ഖാലിദ സിയക്ക് വളരെ രോഗം മൂർച്ഛിച്ച് വലിയ രീതിയിലുള്ള ഇതുണ്ടായിരുന്നു. അപ്പോൾ ഏകദേശം ഡിസംബർ 27 ആകുമ്പോൾ ഖാലിദ സിയ മരണപ്പെടുന്നു. ഡിസംബർ 30 ഖാലിദ സിയ മരണപ്പെടുന്നു. ഏകദേശം ജനുവരി 9 ഈ താരിഖ് റഹ്മാൻ BNP എന്ന് പറയുന്ന പാർട്ടിയുടെ ഒഫീഷ്യലായിട്ട് ചെയർമാൻ സ്ഥാനം വഹിക്കുന്നത്. അപ്പോൾ അത്ര അയാൾ UK ഉണ്ടാകുന്ന സമയത്ത് അദ്ദേഹം ആക്ടിംഗ് ചെയർമാനായിരുന്നു. അപ്പോൾ അദ്ദേഹം ബംഗ്ലാദേശിലോട്ട് വരുമ്പോൾ തന്നെ വലിയൊരു പ്രചാരണം ഉണ്ടായിരുന്നു. അത് ഇയാൾ ബംഗ്ലാദേശിൻ്റെ ഭാവി പ്രധാനമന്ത്രിയാകും, ഇയാൾക്ക് മാത്രമേ ഇനി ബംഗ്ലാദേശിനെ രക്ഷിക്കാൻ പറ്റുമെന്ന്. അപ്പോൾ അതിനെ കൗണ്ടർ ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ജമാഅത്തെ ഇസ്ലാമിൻ്റെ നേതൃത്വത്തിലുള്ള മഴവിൽ മുന്നണി ഏകദേശം 11ഓളം ചെറുകിട പാർട്ടികളെ ഉൾപ്പെടുത്തിയുള്ള ഒരു പാർട്ടിയാണ് അവർ. അപ്പോൾ അവർ വലിയ രീതിയിലുള്ള വർഗീയ പ്രചാരണം അവിടെ അഴിച്ചുവിട്ടു. അതായത് രാജ്യം പോകേണ്ടത് ഇങ്ങനെയല്ല, നമ്മുടെ ജനാധിപത്യ രാജ്യമല്ല, മതരാജ്യമാകണം, ശരിയല്ലോ കൊണ്ടുവരണം എന്നൊക്കെ പറഞ്ഞേ. അപ്പോൾ നമ്മളിവിടെ കേരളത്തിലൊക്കെ കാണുന്നത് ജമാഅത്തെ ഇസ്ലാമില്ലേ, സെയിം വേർഷൻ തന്നെയാണ് അവിടെയും. അപ്പോൾ ജമാഅത്തെ ഇസ്ലാം, ഇവിടുത്തെ ജമാഅത്തെ ഇസ്ലാം എന്ന് വെച്ചാൽ ഒരു പൊളിറ്റിക്കൽ ഔട്ട്ഫിറ്റ് അല്ല. പക്ഷേ ബംഗ്ലാദേശിൽ ജമാഅത്തെ ഇസ്ലാമി എന്ന് വെച്ചാൽ ഒരു പൊളിറ്റിക്കൽ ഔട്ട്ഫിറ്റ് തന്നെയാണ്. പക്ക വർഗീയ ഇതും പറഞ്ഞിട്ട് വോട്ട് പിടിക്കുന്ന ഒരു പാർട്ടിയാണ്. ഇവിടെയും അവർ അത് തന്നെയാണ് ചെയ്യുന്നത്. പക്ഷേ അവർ പൊളിറ്റിക്കൽ ഔട്ട്ഫിറ്റ് അല്ലാത്തതുകൊണ്ട് അവർ ബിഹൈൻഡ് ദ കർട്ടൻ കളിക്കുന്നതുകൊണ്ട്, അതായത് എല്ലാ പാർട്ടികളിലും പ്രത്യേകിച്ച് കോൺഗ്രസ് പോലുള്ള പാർട്ടികളുടെ അതായത് ഇപ്പോൾ അവർ ഭരണത്തിൽ വരുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അത്തരത്തിൽ ഭരണത്തിൽ വരാൻ സാധ്യതയുള്ള പാർട്ടികളുടെ പുറകിൽ നിന്ന് ചരട് വലിച്ചിട്ട് അതിൻ്റെ താക്കോൽ സ്ഥാനത്തിൽ എത്താനും അവരുടെ നയപരിപാടികൾ സ്ട്രാറ്റജി ഡിസൈൻ ചെയ്യുന്നതും ഇപ്പോൾ ജമാഅത്തെ ഇസ്ലാമി ആയിരിക്കും, കേരളത്തിലേക്ക് കോൺഗ്രസിൻ്റെയൊക്കെ അധികാരത്തിൽ എത്തിക്കഴിഞ്ഞാൽ. അപ്പോൾ ബംഗ്ലാദേശിൽ നേരെ ചിത്രം വ്യക്തമാണ്. അവരെന്ന് വെച്ചാൽ പക്ക വർഗീയം, എല്ലാം ഇതേമാതിരി വർഗീയം പറയുകയും ചെയ്യും. പക്ഷെ അവരൊരു പൊളിറ്റിക്കൽ ഔട്ട്ഫിറ്റ് ആയിട്ടാണ് അവിടെ നിലനിൽക്കുന്നത്. അപ്പോൾ അവർ അതിന് ഈ പാർലമെൻറ്റ് ഇലക്ഷന് മുന്നേ തന്നെ വലിയ രീതിയിലുള്ള സർവേ നടത്തിയിരുന്നു. ആ സർവേയിലൊക്കെ വലിയ ഭൂരിപക്ഷം പ്രവചിച്ചിരുന്നു. കുറേ സർവേസ് നടത്തിയത് ശരിക്കും ജമാഅത്തെ ഇസ്ലാമിയെ ഭരണത്തിൽ കൊണ്ടുവരാൻ വേണ്ടി തന്നെയാണ്. അവരുടെ ശിങ്കിടികളാണ് അവിടെ ബംഗ്ലാദേശിൽ സർവേ നടത്തിയത്. ഇപ്പം കേരളത്തിൽ തന്നെയാണെന്നില്ല, മനോരമ ഈ ഇലക്ഷൻ എടുക്കുന്ന സമയത്തൊക്കെ വലിയ രീതിയിലുള്ള ഈ കോൺഗ്രസിന് വേണ്ടിയിട്ട് അവരുടെ PR വർക്ക് ഏറ്റെടുത്തിട്ട് ഇങ്ങനത്തെ സർവേ നടത്തും. ഓരോ മണ്ഡലത്തിലും ഇത്ര കോൺഗ്രസ്സുകാർ ജയിക്കും, ഇന്ന ആൾ കോൺഗ്രസിൻ്റെ മന്ത്രിയാകും എന്നൊക്കെ പറഞ്ഞിട്ട് സർവേ നടത്തില്ലേ. സമാനമായ ഒരു സർവേ അവിടെ നടത്തിയപ്പോഴും വലിയ മൃഗീയ ഭൂരിപക്ഷം പ്രവചിച്ചിരുന്നു. പക്ഷേ റിസൾട്ട് വരുമ്പോൾ എല്ലാം നേരെ തകിടം മറിഞ്ഞിരിക്കുകയാണ്. അതായത് താരിഖ് റഹ്മാൻ്റെ നേതൃത്വത്തിൽ വലിയൊരു സ്റ്റേബിൾ ഗവൺമെൻറ് അവിടെ വരാൻ പോവാണ്. ഇതിനർത്ഥം എന്താണെന്ന് വെച്ചാൽ അവിടുത്തെ ജനങ്ങൾ ശരിക്കും ആഗ്രഹിച്ചിരിക്കുകയാണ് ഒരു സ്റ്റേബിൾ ഗവൺമെൻറ് വരണം, ഇന്ത്യയായിട്ട് നല്ല റിലേഷനിൽ പോകണം. അതായത് ബംഗ്ലാദേശിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഏറ്റവും വലിയ ബിസിനസ്സാണ് ഈ ടെക്സ്റ്റൈൽ എക്സ്പോർട്ടിങ്. അതായത് സ്പോർട്സ് ഇത് അങ്ങനത്തെ ജേഴ്സി ഇതൊക്കെ ഉണ്ടാക്കുന്നില്ലേ, അങ്ങനെയുള്ള കുറേ വലിയ വലിയ ബിസിനസ് നടക്കുന്ന ഒരു രാജ്യമാണ് ഈ ബംഗ്ലാദേശ്. അപ്പോൾ ഈ ഇന്ത്യയുമായിട്ടുള്ള ബന്ധം മോശമായതിനു ശേഷം ഇന്ത്യക്കെതിരെ തിരിയുന്നു കണ്ടപ്പോൾ ഇന്ത്യ ഡിപ്ലോമസി ഉപയോഗിച്ചിട്ട് പല കാര്യങ്ങളും, അതായത് ഇന്ത്യയുടെ ശത്രുവിനെ തകർക്കാൻ വേണ്ടി ഇന്ത്യ ഏതറ്റം വരെയും പോകുമല്ലോ. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് അവരുടെ ബിസിനസ് അമ്പയെ തകർന്നു പോയിരുന്നു. ഈ ടെക്സ്റ്റൈൽ ബിസിനസ് എന്ന് പറയുന്ന അമ്പയെ തകർന്നു പോയിരുന്നു. അത് ശരിക്കും ബംഗ്ലാദേശിൻ്റെ ആ GDP തന്നെ വലിയ രീതിയിൽ ബാധിച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ എന്താ പറയുക, പുതിയ സർക്കാർ വന്നു കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള അവിടുത്തെ ജനങ്ങൾ തന്നെ ആഗ്രഹിക്കുന്നത് അവർക്ക് തൊഴിൽ വേണം, അവരുടെ കുട്ടികൾക്ക് വിദ്യാഭ്യാസം വേണം, ജീവിത നിലവാരം ഉയരണം. അപ്പോൾ അവർ മാക്സിമം ഡിപ്പെൻഡ് ചെയ്യുന്ന ഈ ടെക്സ്റ്റൈൽ ബിസിനസ് ആകെ തകർന്നുകൊണ്ട് ജനങ്ങളാകെ മൊത്തം പാനിക്കായിരിക്കുകയാണ്. അപ്പോൾ അവിടുത്തെ ജനങ്ങൾ ആഗ്രഹിച്ചു ഒരു സ്റ്റേബിൾ ഗവൺമെൻറ് ഉണ്ടായിക്കഴിഞ്ഞാൽ മാത്രമേ രാജ്യം വികസിക്കൂ. അത് അവർ ഇന്ത്യയെ ചൂണ്ടിക്കാണിച്ചിട്ടാണ്. ഇന്ത്യ കാണുന്നില്ലേ, അതായത് 2014 നരേന്ദ്രമോദി അധികാരത്തിൽ വന്നതിന് ശേഷമാണ് ഇന്ത്യയിൽ വലിയ രീതിയിൽ വികസനം ഉണ്ടായത്. അതായത് വലിയ രീതിയിൽ സ്റ്റേബിൾ ഗവൺമെൻറ് ഉണ്ടാകുമ്പോഴും നല്ല സ്ട്രോങ് ആയിട്ടുള്ള ലീഡറും നമ്മുടെ തലപ്പത്ത് രാജ്യം മുന്നോട്ട് നയിക്കാനുണ്ടെങ്കിൽ ആ രാജ്യം വികസനത്തിലോട്ട് പോകുമെന്ന് അവിടുത്തെ ബംഗ്ലാദേശ് ജനങ്ങൾ മനസ്സിലാക്കി. അതാണ് ഈ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിച്ചത്. അപ്പോൾ എന്ത് തന്നെയാലും പ്രധാനമന്ത്രിയാകാൻ പോകുന്ന താരിഖ് റഹ്മാൻ പ്രധാനമന്ത്രി ആയ ഉടനെ തന്നെ സൈൻ ചെയ്യാൻ പോകുന്ന കാര്യം, ആദ്യം വെക്കാൻ പോകുന്ന നിയമം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭീകര സംഘടനകളായ ജമാഅത്തെ ഇസ്ലാമിയും 1-2 മറ്റു തീവ്രവാദ സംഘടനയും രാജ്യത്ത് നിരോധിക്കും എന്നുള്ള ഒരു കാര്യമായിരിക്കും. വലിയ രീതിയിലുള്ള ഒരു ചലനം തന്നെയായിരിക്കും. അത് ജിയോ പൊളിറ്റിക്സിലും, അത് ഇന്ത്യയുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള ഒരു മാറ്റങ്ങൾ അതിലുണ്ടാകും. അതായത് ഇതിൽ നിന്ന് വ്യക്തമാകുന്ന എന്താണെന്ന് വെച്ചാൽ പ്രധാനമന്ത്രി സ്ഥാനത്തേക്ക് വരാൻ പോകുന്ന താരിഖ് റഹ്മാൻ ഇന്ത്യയായിട്ട് നല്ലൊരു ടേംസിൽ പോകാൻ തന്നെയാണ് ആഗ്രഹിക്കുന്നത്. അതായത് നരേന്ദ്രമോദിയായിട്ട് ഏകദേശം ഒരു 2-3 മിനിറ്റ് ഫോണിൽ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അതിനുശേഷമാണ് ഈ വമ്പൻ പ്രഖ്യാപനം താരിഖ് റഹ്മാൻ നടത്തിയിരിക്കുന്നത്. അപ്പോൾ നമുക്ക് കാത്തിരിക്കാം. ബംഗ്ലാദേശ് നമ്മുടെ അയൽരാജ്യം നമ്മുടെ ശത്രു രാജ്യമായിട്ട് നമുക്ക് ഒരിക്കലും മാറരുത്. ആ പഴയ സൗഹൃദം തിരിച്ചു വരണം. എന്നാൽ മാത്രമേ എന്താ പറയേണ്ടത്, നമ്മുടെ ആ ജിയോ പൊളിറ്റിക്സും നമ്മുടെ ആ ഒരു പരിധിയിലേക്ക് ഈ ബംഗ്ലാദേശ് എന്ന് പറയുന്ന രാജ്യം എപ്പോഴും നിൽക്കണം. അവിടെ തീവ്രവാദികൾ കൈയടക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾക്ക് പാകിസ്ഥാനെതിരെ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന പല കാര്യങ്ങളും ബംഗ്ലാദേശ്
ബംഗ്ലാദേശ് എന്ന് പറയുന്ന രാജ്യത്തോട് നമുക്ക് ചെയ്യേണ്ടി വരും. അതിന് വേണ്ടിയിട്ട് ഒരുപാട് ബഡ്ജറ്റ് അലോക്കേഷനൊക്കെ വേണ്ടി വരും. അപ്പോൾ ഡിപ്ലോമസിയുടെ ഭാഗമായിട്ട് നമുക്ക് എപ്പോഴും നമ്മുടെ അയൽ രാജ്യത്തെ ചേർത്ത് നിർത്തി മുന്നോട്ട് പോകേണ്ട ഒരു കാര്യം കൂടി ഇന്ത്യക്ക് ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ അത് സ്മൂത്തായി നടക്കട്ടെ. പുതിയ പ്രധാനമന്ത്രി വന്നു കഴിഞ്ഞാൽ അത് സ്മൂത്തായി നടക്കട്ടെ. നന്ദി, നമസ്കാരം. മറ്റു വീഡിയോ കാണാം.